ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദ്രൻസിന് ഒരു സല്യൂട്ട് കൊടുക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. നമുക്കൊരു സല്യൂട്ട് കൊടുക്കാം. എന്തിൻ്റെ പേരിലാണെന്നോ? മലയാള സിനിമയിൽ ഒരു മാറ്റത്തിന്, അത് പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചൊരു നടനാണ് ഇന്ദ്രൻസ് എന്ന് ആലോചിക്കണം. ഇന്ദ്രൻസ് ഇപ്പോൾ ഇടത്തരം സിനിമകളിൽ സജീവമാണ്. എപ്പോൾ വിളിച്ചാലും ലൊക്കേഷനാണ്. അപ്പോൾ തിരക്കിലാണ് ഇന്ദ്രൻസ്. മാത്രമല്ല, ഇപ്പോൾ മാതൃഭൂമി പോലുള്ള വാരികകൾ ഇന്ദ്രൻസിൻ്റെ ആത്മകഥയും പ്രസിദ്ധീകരിച്ച് തുടങ്ങിയെന്ന് ആലോചിക്കണം. ആത്മകഥ ആർക്കും എഴുതാം. പക്ഷേ അനുഭവങ്ങൾ, തീക്ഷ്ണമായ അനുഭവങ്ങളുള്ള ഒരാൾ എഴുതുന്ന ആത്മകഥ ചിലതൊക്കെ മാറ്റിവെക്കേണ്ടി വരും. മറ്റുള്ളവർക്ക് വേദനിക്കുന്ന സംഭവങ്ങൾ എന്തായാലും ഇന്ദ്രൻസിൻ്റെ ഭാഗത്തുണ്ടാവില്ല. അങ്ങനെ അനുഭവങ്ങൾ മാത്രമുള്ള ഒരു ആത്മകഥയാണ് തുടങ്ങിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ലൊക്കേഷൻ ചെല്ലുമ്പോൾ വസ്ത്രാലങ്കാരത്തിൻ്റെ സഹായിയായി നിന്നിരുന്ന ഇന്ദ്രൻസ്, അതായത് നമ്മളൊരു മച്ചിങ്ങയിൽ ഒരു ഈർക്കിലി കുത്തിയും അതേപോലെയാണ്. ദേഷ്യം വരാത്ത മുഖം, എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കും. ചിരിച്ചുകൊണ്ട് നിന്ന് ജോലി ചെയ്യുമ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന നടീനടന്മാരിലേക്കാണ് ശ്രദ്ധ. വെറും ശ്രദ്ധ മാത്രമല്ല, അവർ ചെയ്യുന്നത് മനസ്സിലാക്കുന്നു. ആ കണ്ണുകൾ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണത്. കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വരുന്നുണ്ടെങ്കിലും എന്നാണ് താൻ ഇതുപോലെ ഇവരെ പോലെ വലിയ നടനായി ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുക, അല്ലെങ്കിൽ എന്നാണ് തൻ്റെ പേരിൽ കൂടുതൽ പേർ അറിയപ്പെടുക. ഇത്തരം ചിന്തകളെല്ലാം അന്ന് ഇന്ദ്രൻസിനുണ്ടായിരുന്നു. ഇന്ദ്രൻസ് ഒരു സുപ്രഭാതത്തിൽ സിനിമയിലേക്ക് വന്ന ആളല്ല. നാടകമായിരുന്നു തട്ടകം എന്നാലോചിക്കണം. ഞങ്ങൾ പലപ്പോഴും ഇന്ദ്രൻസ് നടനാകുന്നതിന് മുമ്പ് തന്നെ ഇൻ്റർവ്യൂസും ചെറിയ കൊച്ചു കൊച്ചു വാർത്തകളെല്ലാം മുമ്പും കൊടുത്തിരുന്നു. അങ്ങനെ തേടിയ വാർത്തകളിലാണ് ഇന്ദ്രൻസ് തൻ്റെ നാടക ഭ്രമം തുറന്നു പറഞ്ഞത്. ടൈലറിങ് ജോലി കഴിഞ്ഞ് രാത്രി കാലങ്ങളിൽ നാടകം കളിക്കാൻ പോകുമായിരുന്നു. ഇന്നത്തെ പോലെ വാഹന സൗകര്യമില്ല. കിലോമീറ്ററുകളോളം നടന്നിട്ടാണ് നാടകം കളിക്കാൻ പോയിരുന്നത്. നാടകം കളിക്കുകയും നാടകം കാണുകയും ചെയ്യുന്നൊരു ഹോബി അന്നുണ്ടായിരുന്നു. അത് വിശദമായി പലപ്പോഴും ഇന്ദ്രൻസ് പറഞ്ഞിട്ടുണ്ട്. അതും ഈ ആത്മകഥയുടെ ഭാഗമായി മാതൃഭൂമിയിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും മോശമാകില്ല ഇന്ദ്രൻസിൻ്റെ ആത്മകഥ എന്ന് പറയാം. ഇപ്പം പറഞ്ഞു വരുന്നത് എന്താ, പലരും ചോദിക്കുന്നുണ്ട്, ഏതാണ് ഇന്ദ്രൻസിൻ്റെ നല്ല സിനിമ? പ്രേക്ഷകരുടെ ഹൃദയത്തിൽ തട്ടിയ, പ്രേക്ഷകരിപ്പോഴും കൊണ്ടു നടക്കുന്ന എത്ര കഥാപാത്രമുണ്ട് ഇന്ദ്രൻസിൻ്റേത് ചോദിക്കുന്നുണ്ട്. കാരണം അതിന് ദേശീയ അവാർഡ്, സംസ്ഥാന അവാർഡ്, ഇൻ്റർനാഷണൽ അവാർഡ് അടക്കം പല അവാർഡുകളും ഇന്ദ്രൻസിന് ലഭിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെ കുറച്ചു കാലത്തിനുള്ളിലാണ് വിചാരിക്കാത്ത രീതിയിൽ സ്വപ്നം കണ്ടുണരുന്ന പോലെ ഇന്ദ്രൻസിൻ്റെ വളർച്ച ഉണ്ടായെന്ന് ആലോചിക്കണം. അതിന് കോവിഡ് കാലം ഒരു പ്രധാന ഘടകം തന്നെയായിരുന്നു. കോവിഡ് കാലത്ത് മറ്റു പലരും വീടുകളിൽ അഭയം തേടിയപ്പോൾ എന്തു വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ദ്രൻസ് അഭിനയിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ തിയേറ്ററുകളെല്ലാം ഒഴിഞ്ഞു കിടന്നിരുന്നു. തിയേറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്തിരുന്നില്ല. അങ്ങനെ എല്ലാ രീതിയിലും അശനിപാതം പോലെയാണ് ആ കാലഘട്ടം നീങ്ങിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം ഒരു നിർമ്മാതാവ്, സംവിധായകൻ സമീപിക്കുന്നു. ഇന്ദ്രൻസിനോട് പറയുന്നു, ഒരു നല്ല വേഷമുണ്ട്, ഈ വേഷം ശ്രീനിവാസന് വേണ്ടി എഴുതിയതാണ്, ശ്രീനിവാസൻ ചെയ്യേണ്ട വേഷമാണ്, പക്ഷേ ഈ കോവിഡ് കാലമായതുകൊണ്ട് ശ്രീനിവാസൻ അഭിനയിക്കാൻ വരുന്നില്ല, മാത്രമല്ല അസുഖങ്ങളുണ്ട്. ശ്രീനിവാസന് പകരക്കാരനായിട്ടാണ് ഞങ്ങൾ ഇന്ദ്രൻസിനെ തീരുമാനിച്ചിരിക്കുന്നത്. അത് കേട്ടപാടെ രണ്ട് കൈയും കൂപ്പി ഇന്ദ്രൻസ് പറഞ്ഞ്, എനിക്ക് ആ റോള് വേണ്ട, നിങ്ങൾ ശ്രീനിവാസന് വേണ്ടി എഴുതി ഞാൻ എങ്ങനെ ചെയ്യും? ശ്രീനിവാസൻ എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു? അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെ പേരുകളൊന്നും പറയാതെ, എന്നെ ഭയപ്പെടുത്താതെ. അപ്പോൾ സംവിധായകനടക്കമുള്ളവർ പറഞ്ഞു, ഇത് ഇന്ദ്രൻസിന് ചെയ്യാവുന്നൊരു കഥാപാത്രമാണ്, അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ ഇന്ദ്രൻസ് പറഞ്ഞു, ഞാൻ ശ്രമിക്കാം,
മോശമായാൽ എന്നെ കുറ്റപ്പെടുത്തരുത്. അങ്ങനെ ആ കഥാപാത്രം ഇന്ദ്രൻസിൻ്റെ മനസ്സിൽ വന്നു എന്നുള്ളതാണ്. ഒലിവർ ട്വിസ്റ്റ് എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ഒലിവർ ട്വിസ്റ്റിനെ കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ആ കഥാപാത്രമല്ല ഇത്. മലയാള സിനിമയ്ക്ക് വേണ്ടി വന്ന ഒരു കഥാപാത്രമാണ് ഒലിവർ ട്വിസ്റ്റ്. അത് ഹോം എന്ന സിനിമയിലെയാണ് ഈ കഥാപാത്രം. ഹോമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായല്ലേ? കോവിഡ് കാലത്ത് റിലീസ് ചെയ്ത, ഷൂട്ടിംഗ് കഴിഞ്ഞ് OTTക്ക് വേണ്ടി റിലീസ് ചെയ്ത സിനിമയാണ് ഹോം. അതൊരു വലിയ, അതല്ലെങ്കിൽ വളരെ മനോഹരമായൊരു സിനിമയാണ്. വളരെയധികം പ്രചരണം കിട്ടിയ സിനിമയാണ്. നല്ല അഭിപ്രായം നേടിയ സിനിമയാണെന്ന് ആലോചിക്കണം. അപ്പോൾ അന്ന് ഇന്ദ്രൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ അഭിനയിക്കാൻ നിൽക്കുമ്പോൾ ശ്രീനിവാസൻ ചേട്ടനെയാണ് ഓർക്കുന്നത്. അവിടെ അപേക്ഷിക്കുകയായിരുന്നു, ശ്രീനിവാസൻ ചേട്ടാ, എന്നെ തകർക്കരുത്, എന്നെ ശപിക്കരുത്, ഞാനെങ്കിലുമൊക്കെ ഇങ്ങനെ നന്നായി പോട്ടെ. അവിടുന്ന് കിട്ടിയൊരു വീറും വാശിയും പിന്നെ സംവിധായകൻ കൊടുത്ത നിർദ്ദേശം കൂടിയായപ്പോൾ ഒലിവർ ട്വിസ്റ്റ് എന്നുള്ള കഥാപാത്രം അപാര റേഞ്ചുള്ള കഥാപാത്രമായി മാറി എന്നുള്ളതാണ്. എന്താണ് ഈ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത? ഒരു സാധാരണ കഥാപാത്രം തന്നെയാണെന്ന് ആലോചിക്കണം. മലയാള സിനിമയിൽ നോവലുകൾ ഉണ്ടായിട്ടുണ്ട്, നോവലുകൾ സിനിമയാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു പുതുമ ഇല്ലാത്ത വിഷയം പറയുന്നതാണോ ശരി? അപ്പോൾ ഇവിടെ ആരോ പറഞ്ഞു, ഇവിടെ മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമയിലും കാണിക്കുന്ന കഥകളെല്ലാം പുരാണങ്ങളിലല്ലേ, അവരുടെ കൈകളിൽ കിട്ടുമ്പോൾ വ്യത്യസ്തമായി തോന്നുന്നു. അപ്പോൾ ഒലിവർ ട്വിസ്റ്റ് എന്നുള്ള കഥാപാത്രം അഹങ്കാരിയായി നടക്കുന്ന കഥാപാത്രമാണ് ശരിക്കും. 60 വയസ്സ് കഴിഞ്ഞൊരു കഥാപാത്രം, ജീവിതത്തിൽ എന്തെല്ലാമോ വെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കഥാപാത്രം. ആ കഥാപാത്രത്തിൻ്റെ തൻ്റെ മകൻ പുച്ഛത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്, ഇത്രയും വയസ്സായിട്ട് ഒരു കാര്യവും ഉണ്ടായില്ലോ, വെറും പാഴായിപ്പോയി ജന്മം പോലെയല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഒലിവർ ട്വിസ്റ്റ് ഞെട്ടിയത്. താൻ ഇത്രയും വർഷമായിട്ടും ഒന്നുമായിട്ടില്ല, ഒന്നുമാകാൻ കഴിഞ്ഞിട്ടില്ല എന്ന സത്യം മനസ്സിലാക്കുകയാണത്. ആ സത്യം ഒരാളുടേതല്ല, 60 വയസ്സ് കഴിഞ്ഞ പ്രായമുള്ള എല്ലാവരുടെയും കഥയാണെന്ന് ആലോചിക്കണം. ജീവിതത്തിൽ എപ്പോൾ അവരെല്ലാവരും ഒറ്റപ്പെട്ടു പോകുന്നു, അശരണരാകുന്നു. അവർ എത്ര വലിയ പൊസിഷനിലിരുന്ന ആൾക്കാരായി ശരി, പ്രായം ഒരു പ്രധാന ഘടകം തന്നെയാണ്. അവരുടെ വാക്കുകൾക്ക് വിലയുണ്ടാവണമെന്നില്ല, അവരുടെ നോട്ടത്തിന് ശക്തി ഉണ്ടാവണമെന്നില്ല, അവർക്ക് ഉപദേശിക്കാൻ അധികാരമില്ല. ആരോടെങ്കിലും ഉപദേശിക്കാൻ ശ്രമിച്ചാൽ താൻ്റെ പാട്ടിന് പോടോ എന്നൊക്കെ പറയുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അവിടെയാണ് ഒലിവർ ട്വിസ്റ്റ് എന്ന കഥാപാത്രത്തിൻ്റെ മാനരസങ്ങളും മാനസിക വ്യാപാരങ്ങളും ഇന്ദ്രൻസ് തിരിച്ചറിയുന്നാലോചിക്കണം. അത് അതിമനോഹരമായി ചെയ്യാൻ ഇന്ദ്രൻസിന് കഴിഞ്ഞു. ഇന്ദ്രൻസ് ഇപ്പോൾ അറിയപ്പെടുന്നത് പല സിനിമകളാണെന്ന് ആലോചിക്കണം. ഇന്ത്യൻ ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയ സിനിമകൾ പറയുമ്പോഴും ഞാനിപ്പോഴും ഇഷ്ടപ്പെടുന്ന കഥാപാത്രം ഹോമിലെ ഈ ഒലിവർ ട്വിസ്റ്റിനെയാണെന്ന് ആലോചിക്കണം. അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്കുണ്ടായിരിക്കാം, പലർക്കും ഉണ്ടായിരിക്കാം. ഇത് എൻ്റെ മാത്രം തീരുമാനമാണെന്ന് ആലോചിക്കണം. അതെൻ്റെ മനസ്സിനെ മതിച്ചിരിക്കുന്നു. ഞാൻ ആ കഥാപാത്രത്തെ കൂടെ കൊണ്ടുപോകുന്നു. ഒരുപക്ഷെ ആ കഥാപാത്രം എനിക്ക് പ്രിയപ്പെട്ടതായിരിക്കാം. അങ്ങനെ ഇന്ദ്രൻസ് അത്തരം കഥാപാത്രങ്ങളിലൂടെ ഇപ്പോൾ മലയാള സിനിമയിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നു. എന്നും തിരക്കുള്ള നടനാണ് ഇന്ദ്രൻസ് ആലോചിക്കണം. തിരക്കുണ്ടാകുമ്പോഴും പഴയ ഇന്ദ്രൻസായി കൈകൂപ്പി ചിരിച്ചുകൊണ്ട് എല്ലാവരും സമീപിക്കുന്ന ഇന്ദ്രൻസിനിരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്.